ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ പോക്ക് എങ്ങോട്ട്? അകാല ചരമത്തിലേക്കോ? CPM എന്ന പാർട്ടിയെ നാശത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഉന്നത നേതൃത്വത്തിലുള്ളവരെക്കാൾ കൂടുതൽ പാർട്ടിയുടെ താഴെ തട്ടിലുള്ളവരാണ്. അതിൽ ഒന്നാം സ്ഥാനം SFIക്ക് തന്നെയാണ്. SFIയുടെ ക്യാമ്പസുകളിലുള്ള അഴിഞ്ഞാട്ടവും ആക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലും അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയന്ത്രിക്കാനെങ്കിലും പാർട്ടി നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ, വരും കാലങ്ങളിൽ SFI ആയിരിക്കും CPM-ന്റെ കേരളത്തിലെ അന്തകരായി മാറുക. ഒരു ദിവസം അഴിഞ്ഞാട്ടവും ഭീഷണിയും SFIയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ, അടുത്ത ദിവസം അത് DYFIയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം പാർട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായിരിക്കും. ഈ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും പുറമെയാണ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കളുടെ അഴിമതി. ഏത് രീതിയിൽ 10 കാശുണ്ടാക്കാമെന്ന ചിന്തയാണ് ലോക്കൽ നേതാക്കന്മാർക്കുള്ളത്. പൈസ കിട്ടിയാൽ പിന്നെ ഏതു പാർട്ടിയാണെങ്കിലും ഒരു കുഴപ്പവുമില്ല, അവർ കാര്യം നടത്തിക്കൊള്ളും. അത്രയും ഒരു ഗുണം ലോക്കൽ നേതാക്കളായ സഖാക്കളെ കൊണ്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെക്കാളും കൂടുതൽ അഴിമതി നടത്തുന്നത് ഇപ്പോൾ താഴെ തട്ടിലുള്ള കുട്ടി നേതാക്കളാണ്. വലിയ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് പണം കൊടുത്താൽ മതി. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും അവർ സാധിച്ചു കൊടുക്കും. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലാത്ത ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് CPM. SFI എന്ന സംഘടനയുടെ കൊള്ളരുതായ്മകളാണ് ഇപ്പോൾ നിത്യവും TV-യിലൂടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ SFIയുടെ അല്ലെങ്കിൽ DYFIയുടെ അല്ലെങ്കിൽ മുതിർന്ന സഖാക്കളുടെ എന്തെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തൽ വിഷയമില്ലാത്ത ടെലിവിഷൻ വാർത്തകൾ കാണാൻ സാധിക്കുകയില്ല. ഇതെല്ലാം CPM എന്ന പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് CPM-ന്റെ പോഷക സംഘടനയായ SFIയും DYFIയും ഒക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അടുത്ത വർഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ 2026-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ പരാജയമായിരിക്കും LDF ഏറ്റുവാങ്ങേണ്ടി വരിക. അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള ചിന്താഗതിയാണ് സഖാക്കൾക്കുള്ളത്. ഈ നില തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ പശ്ചിമ ബംഗാളിലെ പോലെ കേരളത്തിലും CPM എന്ന പാർട്ടി ഇല്ലാതെയാകും. പശ്ചിമ ബംഗാളിൽ നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും വിഷയങ്ങളായിരുന്നു CPM-നെ ഇല്ലായ്മ ചെയ്തതെങ്കിൽ, SFIയുടെ തേർവാഴ്ചകളായിരിക്കും കേരളത്തിൽ CPM-ന്റെ നാശത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പാർട്ടി നേതൃത്വം മുൻകൈയെടുത്ത് വേണ്ട തിരുത്തലുകൾ നടത്തിയില്ലെങ്കിൽ അത് ബാധിക്കുക CPM-ന്റെ നിലനിൽപ്പിനെ തന്നെയായിരിക്കും.